ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് പേര് പുനഃപരിശോധനയ്ക്ക് ആധാർ കാർഡ് സമർപ്പിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്നും ഇതിനായി ഫോമുകൾ നേരിട്ട് നൽകേണ്ട ആവശ്യമില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള 11 രേഖകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ആധാർ കാർഡോ സഹിതം ആവശ്യമായ ഫോമുകൾ സമർപ്പിക്കാം. ഇതിനായി വോട്ടർമാരെ സഹായിക്കുന്നതിന് BLAകൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. ഫോമുകൾ സമർപ്പിക്കുന്നിടത്തെല്ലാം ബൂത്ത് ലെവൽ ഓഫീസർമാർ അത് സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. BJPക്ക് ലഭിക്കാത്ത വോട്ടുകൾ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത പരമാവധി വോട്ടുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിജയം സുനിശ്ചിതമാക്കാനുള്ള നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ പാർട്ടികൾ സഹായിക്കണമെന്ന് ബീഹാറിലെ 12 അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളോട് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജെ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നു. അതിനിടെ ബീഹാറിലെ വോട്ടർ പരിഷ്കരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകാത്തത് അതിശയകരമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏകദേശം 1.6 ലക്ഷം ബൂത്ത് ലെവൽ ഏജന്റുമാർ ഉണ്ടായിട്ടും അവരിൽ നിന്ന് 2 എതിർപ്പുകൾ മാത്രമാണ് വന്നത് എന്നും കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടി. എന്നാൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ നൽകുന്ന എതിർപ്പുകൾ ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുക്കുന്നില്ല എന്ന് പാർട്ടികൾ കോടതിയെ അറിയിച്ചു. സമർപ്പിക്കുന്ന ആക്ഷേപങ്ങൾക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ രസീറ്റുകൾ നൽകുന്നില്ല എന്ന ചില ഹർജിക്കാരുടെ ആശങ്കകൾ പരിഗണിച്ച് ഫോമുകൾ നേരിട്ട് സമർപ്പിക്കുന്നിടത്തെല്ലാം BLOമാർ രസീറ്റ് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിഷയത്തിൽ ഹർജിക്കാരല്ലാത്ത എല്ലാ അംഗീകൃത പാർട്ടികളെയും കോടതി ഹർജികളിൽ എതിർകക്ഷികളായി ചേർത്തു. കേസ് ഇനി സെപ്റ്റംബർ 8-നാണ് കേൾക്കുന്നത്. SIRൽ സമയം നീട്ടി നൽകണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന പ്രത്യേക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ബീഹാറിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ശരിയായ പരിശോധന കൂടാതെയാണ് യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കിയത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപണമുന്നയിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആവശ്യമായ 11 രേഖകളിൽ ആധാർ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ SIR നടപടിക്രമം അന്യായമാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആധാർ മറ്റ് രേഖകളിൽ നിന്ന് വ്യത്യസ്തമായി ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് എന്നും അവർ പറഞ്ഞു. SIR നടപടിക്രമത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 65 ലക്ഷം ആളുകളുടെ പേരുകൾ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കിയ പേരുകൾ ഈ മാസം 19-നകം പ്രസിദ്ധീകരിക്കാനും 22-നകം റിപ്പോർട്ട് സമർപ്പിക്കാനും സുപ്രീം കോടതി ECയോട് നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരം ഓൺലൈനായും പട്ടിക പ്രസിദ്ധീകരിച്ചു. റോഹ്താസ്, ബെഗുസാരായ്, അർവാൾ, സിവാൻ, ഭോജ്പൂർ, ജഹാനാബാദ്, ലഖിസാരായ്, ബംഗ, ദർഭംഗ, പൂർണിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ പട്ടികകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് ബീഹാറിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു. അതിനിടെ ബീഹാറിലെ SIRൽ 85,000 പുതിയ വോട്ടർമാർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ 2 എതിർപ്പുകൾ മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂവെന്നും EC സുപ്രീം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഇല്ലാതാക്കിയ വോട്ടർമാരുടെ ക്ലെയിമുകൾ ഓൺലൈനായി സമർപ്പിക്കാൻ അനുവാദം നൽകുന്നതായി ബെഞ്ച് പറഞ്ഞത്. അതേസമയം ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയെ വോട്ടുകൾ മോഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഓഗസ്റ്റ് 17-ന് സസാറാമിൽ നിന്ന് വോട്ടർ അധികാര യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഗയ, നളന്ദ, ഭഗൽപൂർ, കത്തിഹാർ, ദർഭംഗ, ചമ്പാരൻ എന്നിവയുൾപ്പെടെ 20-ലധികം ജില്ലകളിലൂടെ യാത്ര കടന്നുപോകും. തുടർന്ന് സെപ്റ്റംബർ 1-ന് പട്നയിൽ ഒരു റാലിയോടെയാണ് ഇത് സമാപിക്കുന്നത്. വോട്ടുകൊള്ള തുറന്നു കാട്ടുകയാണ് യാത്രയുടെ പ്രധാന പ്രമേയമെങ്കിലും കോൺഗ്രസിന് വേരുള്ളതും ന്യൂനപക്ഷ പിന്നാക്ക സ്വാധീനമുള്ളതുമായ ഗ്രാമീണ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ അടിത്തറ കൂടുതൽ മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യവുമുണ്ട്. 19 സിറ്റിംഗ് സീറ്റിന് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ ചിലത് മാറ്റി ചോദിക്കാനും കോൺഗ്രസിന് പദ്ധതിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. 243 അംഗ നിയമസഭയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കണമെന്ന അഭിപ്രായമാണ് RJDക്കെന്നാണ് വിവരം. കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 19 മാത്രമാണ് വിജയിച്ചത്. ഇത് RJDക്ക് സർക്കാർ രൂപീകരണത്തിന് തടസ്സമായി മാറുകയും ചെയ്തു. 144 സീറ്റിൽ മത്സരിച്ച RJD 75 CPI-ML 19-ൽ 12 സീറ്റിലുമാണ് വിജയിച്ചത്. ഇരു പാർട്ടികളും ഇത്തവണ കൂടുതൽ സീറ്റ് മോഹിക്കുന്നുണ്ട്. സഖ്യത്തിലേക്കെത്തിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് 12 മുതൽ 18 സീറ്റുകൾ വരെ നൽകേണ്ടതുണ്ട് എന്നാണ് വിവരം.
ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും അനുഭവം കൂടി പരിഗണിച്ച് കൂടുതൽ സീറ്റുകൾക്ക് വാശി പിടിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ള സീറ്റുകൾ എന്നതിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നോട്ടം. അങ്ങനെ വന്നാൽ 50 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വരും. 52 AICC നിലവിൽ നിരീക്ഷകരെ നിയമിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ വിജയമുറപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ഉദ്ദേശമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.